കമ്മ്യൂണിക്കേഷൻ വളരെ നല്ല രീതിയിൽ നടക്കുന്നത് നമ്മൾ എൻഷുർ ചെയ്യണം. ആക്റ്റീവ് ഡിസൈൻസിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ചധികം നാളായിട്ടൊരു വീട് വെക്കുന്നതിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചു. അപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സിൽ നിന്നൊക്കെ മെയിനായിട്ട് കിട്ടുന്നൊരു പോയിന്റ് എന്ന് വെച്ചാൽ നമുക്ക് പൊതുവെ സമയം കിട്ടാറില്ല ഇത് ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് ഒരുപാട് കൂടുതൽ വേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഞങ്ങൾ ആലോചിച്ചത് എന്തുകൊണ്ടൊരു എൻഡ് ടു എൻഡ് ചെയ്യുന്ന നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ആർക്കിടെക്ട് ഫേമിനെ അപ്രോച്ച് ചെയ്യാം. അങ്ങനെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ് ആക്റ്റീവ് ഡിസൈൻസിൻ്റെ ഒരു റെഫറൻസ് തന്നത്. ഞങ്ങൾ അവരോട് സംസാരിച്ചു. ഈ പ്രോജക്റ്റിൻ്റെ എൻഡ് ടു എൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല സ്റ്റേജസിലും നമുക്ക് ഇപ്പം ഒരു ക്ലയൻറ്റ് എന്ന നിലയിൽ എൻ്റെ ഡിസൈൻ കൺസിഡറേഷൻസും പിന്നെ ആർക്കിടെക്ട് ഫേം എന്നുള്ള രീതിയിൽ അവരുടെ സജഷൻസും തമ്മിൽ കോൺഫ്ലിക്ട്സ് എല്ലാം ഉണ്ടായിട്ടുണ്ട്. അത് പല ഏരിയാസിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്കത് എല്ലാം സോൾവ് ചെയ്ത് നമ്മുടെ ഇൻട്രസ്റ്റും അവരുടേതുമായിട്ട് ഒരു കമ്പൈൻ ചെയ്ത് ഒരു മ്യൂച്വലി അഗ്രിയബിൾ ആയിട്ടുള്ള നല്ലൊരു ഡിസൈനായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ വളരെ നല്ല രീതിയിൽ നടക്കുന്നത് നമ്മൾ എൻഷുർ ചെയ്യണം. ആക്റ്റീവ് ഡിസൈൻസിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ടുള്ള വേറെ 2 ഫാക്ടറും ഞാൻ കൺസിഡർ ചെയ്യുന്നത്, ഒന്ന് ട്രാൻസ്പെറൻസി ഇൻ എവറി കമ്മ്യൂണിക്കേഷൻ, എവറിത്തിങ് ദാറ്റ് യു ഡു. അതേപോലെ കസ്റ്റമർ റിലേഷൻഷിപ്പ്. ആൻഡ് ആക്റ്റീവ് ഡിസൈൻസ് വാസ് പ്രിറ്റി ഗുഡ് ഇൻ ദാറ്റ്. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ആക്റ്റീവ് ഡിസൈൻസിന് എല്ലാവിധ ആശംസകളും. ഇനിയും പുതിയ പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കട്ടെ. ഇതിലും നല്ല പ്രോജക്റ്റുകൾ നന്നാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. വെരി ബെസ്റ്റ്.